ഹായ് ഫ്രണ്ട്സ്, ഷൈനികൃഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളെ വേദനിപ്പിച്ച് പോയ വ്യക്തിക്ക് അതിലിപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ടോ, ആ വ്യക്തിക്ക് റിഗ്രറ്റ് ഉണ്ടോ എന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. The Emperor, Queen of Pentacles, കാർഡെല്ലാം വരുന്നത്, Four of Swords, Three of Cups, Page of Swords, Two of Swords, Three of Swords. Okay. The Empress, Eight of Wands. ബോട്ടം വന്നിരിക്കുന്ന എയ്റ്റ് ഓഫ് കപ്സ് ആണ്. നിങ്ങളെ വേദനിപ്പിച്ച റിഗ്രറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന യെസ് എന്നാണ്. ദ എംബ്രറാണ് വന്നിരിക്കുന്നത്. കാരണം നിങ്ങളുടെ ബന്ധം തുടങ്ങിയപ്പോൾ എന്തായാലും ഒരു കമ്മിറ്റ്മെൻറ്റ് ആയിട്ടുള്ള ഒരു ഈ ബന്ധം തന്നെയാണെന്നാണ് നിങ്ങളുടെ ബന്ധം സ്റ്റാർട്ട് ചെയ്തത്. എന്തായാലും നിങ്ങൾ ലൈഫ് ലോങ് കൂടെ ഉണ്ടാവും. കൂടെ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിങ്ങളെ കെയർ ചെയ്ത് എല്ലാവരുടെയും മുമ്പിൽ നിങ്ങളെ സംരക്ഷിച്ച് നിങ്ങൾക്ക് ഫൈനൽ വരെ നിങ്ങളെ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പിൻ്റെ മുകളിൽ തുടങ്ങിയ ബന്ധം തന്നെയായിരുന്നു. പക്ഷേ അതിൽ നിന്ന് അവർ എപ്പോഴോ എവിടെയോ പിന്മാറി എന്നാണ് കാണുന്നത്. അതിലവർക്ക് ഇപ്പോൾ റിഗ്രറ്റ് ഉണ്ട്. എന്നാൽ അവർ അതൊന്നും പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല. അവരത്രയും ഹാപ്പിയാണ് എന്ന് നടിച്ച് നടക്കുന്നുണ്ടാവും. ബട്ട് അവർക്കുള്ളിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും അവർക്ക് അത് റിഗ്രറ്റ് ഉണ്ട് എന്നാണ് കാണുന്നത്. അവർ നിങ്ങളെ കാണുന്നത് തന്നെ ഒരു ഭാഗ്യമായിട്ടായിരുന്നു. കാരണം നിങ്ങളെപ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു അപ്പോഴെല്ലാം അവർക്ക് സക്സസ് ആയിരുന്നു. അവർക്ക് ധാരാളം പണം കിട്ടിക്കൊണ്ടിരുന്നു. അവർ കരുതിയിരുന്നതെല്ലാം അവരുടെ ഭാഗ്യം കൊണ്ടാണ്. അവരുടെ ലൈഫിൽ പണമായാലും സക്സസ് ആയാലും എന്തായാലും സന്തോഷമായാലും അവരുടെ ലൈഫിലുള്ള ഉയർച്ചകളായാലും അവരുടെ ലൈഫിൽ വരുന്ന നേട്ടങ്ങളെല്ലാം അവരുടെ സൗഭാഗ്യമാണെന്നാണ് അവർ കരുതിയിരുന്നത്. ബട്ട് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് അതെല്ലാം നിങ്ങളുടെ കൂടെ ഉള്ള ഒരു ചേർന്നിരുന്നപ്പോൾ ഉള്ള ഒരു ഭാഗ്യമായിരുന്നു എന്ന് അവരിപ്പോൾ തിരിച്ചറിയുന്നു. കാരണം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള അത്രയും അവർക്കൊരു സക്സസ്സും ഗ്രോത്തും ഒന്നും അവർക്കിപ്പോൾ കാണുന്നില്ല. നിങ്ങളെ കാണുന്നത് തന്നെ ഒരു അബണ്ടൻ്റ് ആയിട്ടാണ്. നിങ്ങളൊരു വളരെ ഒരു ഭാഗ്യമുള്ള വ്യക്തിയാണ്. നിങ്ങളുടെ കൂടെ ഇരുന്നാൽ ഒരു ഭാഗ്യം, അവർക്ക് വളരെ നല്ലൊരു ഭാഗ്യം കിട്ടിയേനെ, ലൈഫിൽ അത്രയും നേട്ടങ്ങൾ വന്നേനെ. പക്ഷേ അതെല്ലാം അവർ തന്നെ മിസ്സാക്കി കളഞ്ഞു എന്ന് അവർ ചിന്തിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഫോർ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. അവർക്ക് അത്രയും ഒരു ഹാർട്ട് ബ്രേക്കിംഗ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കും അവരൊരുപാട് ഹൃദയവേദന തന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഒരു പിരിയുന്നതിനോ ഒരു സെപ്പറേഷൻ, അകൽച്ച എല്ലാം വരാൻ കാരണമായിരുന്നത് ഒരു മൂന്നാമതൊരു വ്യക്തിയുടെ ഇടപെടൽ നിങ്ങളുടെ ലൈഫിൽ വന്നു എന്നുള്ളതാണ്. കാരണം രണ്ട് കാർഡ്സും പറയുന്നത് അതാണ്. ഇവിടെ ത്രീ ഓഫ് കപ്സും വന്നിട്ടുണ്ട്. 3 കൺഫർമേഷനാണ് കിട്ടുന്നത്. ഡബിൾ ട്രിപ്പിൾ കൺഫർമേഷനാണ് കിട്ടുന്നത്. മൂന്നാമതൊരു വ്യക്തിയുടെ വാക്കുകളിൽ ഈ വ്യക്തി ഒരുപാട് അഡിക്റ്റഡ് ആയിരുന്നു. അവരുടെ വാക്കുകളെ വിശ്വസിക്കുക. ചിലപ്പോൾ ആ വ്യക്തി തന്നെ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും നിങ്ങൾ തമ്മിൽ അകറ്റാനും വേണ്ടി പല കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തതായിരിക്കാം. മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ടാവാം. അതിൽ ഇവർ ആയി ഇവർ ആ വാക്കുകൾ കേട്ട് വിശ്വസിച്ചതായിരിക്കും. അതും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. എന്തായാലും അതൊരു സിറ്റുവേഷൻ ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം. എന്തായാലും അവർ നിങ്ങൾക്ക് തരേണ്ട പ്രാധാന്യമല്ല മറ്റു കാര്യങ്ങൾക്ക് കൊടുത്ത് നിങ്ങളെ വെറും ഒരു തുച്ഛമായിട്ട് കണക്കാക്കി നിങ്ങളടുത്ത് അങ്ങനെയെല്ലാം ബിഹേവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നിങ്ങൾക്കിടയിൽ ഇത്രയും ഒരു സെപ്പറേഷൻ വന്നതും പിരിഞ്ഞു പോയതും ഒക്കെ. എന്നാൽ ഇപ്പോൾ ആ വ്യക്തിക്ക് അതിലെല്ലാം റിഗ്രറ്റ് ഉണ്ട്. ഒരു വ്യക്തി ഇവിടെ ഒരു ഹാർട്ട് ഇങ്ങനെ മുറിഞ്ഞിരിക്കുകയാണ്. അതിനടുത്ത് ഇങ്ങനെ കിടക്കുകയാണ്. ആ വ്യക്തി പെട്ട് കിടക്കുകയാണ്. അവർക്ക് ആ ഹൃദയവേദനയിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ പ്രാർത്ഥിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയപ്പോൾ അവർ അത്രയും കോൺഫിഡൻ്റ് ആയിരുന്നു. അത് എംപററാണ്. അവർക്ക് അവരുടെ ലൈഫിൽ എന്തും നേടിയെടുക്കാൻ പറ്റും. വളരെ സക്സസ് ആണ്. താൻ ഭാഗ്യവാനാണ്. തനിക്ക് എല്ലാ കഴിവുകളുണ്ട്. തൻ്റെ കഴിവുകൾ കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്
എന്നൊക്കെ അവർക്ക് വിശ്വസിച്ചിരുന്നു. അവരാണ് സത്യം, ധർമ്മം, അവരാണ് എല്ലാം. നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട്. അതൊക്കെയാണ് ഇത്രയും ഒരു നിങ്ങൾ തമ്മിലുള്ള ഒരു ബ്രേക്കപ്പിന് കാരണമായത്. സോ അതുകൊണ്ട് തന്നെ അവരത്രയും കോൺഫിഡൻ്റ് ആയിട്ടാണ് നിങ്ങളെ വിട്ട് പോയത്. പക്ഷേ ഇപ്പോൾ ആ കോൺഫിഡൻ്റ് അവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവർക്കിപ്പോൾ ഒരു പ്രതീക്ഷയും ഇല്ല. അവരത്രയും നിങ്ങൾക്ക് എത്ര ഹാർട്ട് ബ്രേക്കിംഗ് തന്നോ അതുപോലെ അവരും ഹൃദയവേദന അനുഭവിക്കുന്നുണ്ട്. മറ്റൊരു വ്യക്തിയുടെ ഇടപെടൽ, അപ്പോൾ ആ വ്യക്തി വിശ്വസിച്ച് നിങ്ങളുടെ സ്നേഹത്തിനും ആത്മാർത്ഥതയ്ക്കും ഒരു പ്രാധാന്യം തരാതെ നിങ്ങളെ വെറും ഒരു ഓപ്ഷനായിട്ട് മാത്രം കണ്ടുപോയ വ്യക്തിയാണ്. അവർ പോയത് 3 ഓഫ് കപ്സ്. തൻ്റെ ലൈഫിൽ ഇനി സെലിബ്രേഷൻസ് ആണ്. നിങ്ങളെ വിട്ട് പോയാലും ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും, എല്ലാവരോടൊപ്പം ജാളിയായിരിക്കും, അവരോട് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കും, അവിടെയാണ് എനിക്ക് സ്വർഗം, അവിടെയാണ് എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞു പോയ വ്യക്തിയാണ്. ബട്ട് അവർക്ക് ഇപ്പോൾ ചില സത്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത്. ഇവിടെ പേജ് ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട്. ഇതുവരെ ആ വ്യക്തി കരുതി എന്തൊക്കെയാണോ സക്സസ്, സന്തോഷം എന്ന് പറഞ്ഞു പോയത്, അതൊന്നും അല്ല എന്നുള്ള സത്യം അവരിപ്പോൾ മനസ്സിലാക്കുന്നു. അവർ ഒരു ന്യൂ ബിഗിനിങ്സ്, നിങ്ങളെ വിട്ടു പോയാലും അവർക്ക് ധാരാളം മണി ഏൺ ചെയ്യാൻ പറ്റും, സക്സസ്, താൻ ഒരു വലിയൊരു ലെവലിലേക്ക് പോകാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് പോയത്. കിട്ടുന്നത് 2 ഓഫ് സോട്ട്സ് ആൻഡ് 3 ഓഫ് സോട്ട്സ്. കാരണം രണ്ടും പറയുന്നത് അവർക്കിപ്പം ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരു കണ്ണു കെട്ടപ്പെട്ട അവസ്ഥ, എന്ത് ചെയ്യണമെന്നറിയില്ല, ഒന്നും മനസ്സിലാകുന്നില്ല അവർക്ക്. കാരണം അവർ വിചാരിച്ചതല്ല അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഇരുന്നപ്പോഴാണ് അത്രയും സക്സസ് ഇരുന്നത്. നിങ്ങളുടെ കൂടെ ഒരു ഈശ്വരൻ്റെ അനുഗ്രഹവും ഭാഗ്യവും എല്ലാം കൂടെ ചേർന്നാണ് അവർക്കത് ഇരുന്നത് എന്ന് മനസ്സിലാക്കാൻ അവരൊരുപാട് വൈകിപ്പോയി. അങ്ങനെ കരുതിപ്പോയ വ്യക്തിക്കിപ്പോൾ ദുഃഖവും നഷ്ടവും വന്നപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, ഒന്നും എന്താണ് വേണ്ടതെന്ന് അവർക്ക് കഴിയുന്നില്ല, ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല, ആകെ കൺഫ്യൂസ്ഡ് ആണ്. എംപ്രസ് വന്നിട്ടുണ്ട്. നിങ്ങളെ അവർ കാണുന്ന ഒരു എംപ്രസ് ആയിട്ടാണ്. അവർക്ക് നിങ്ങളോട് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ നിങ്ങളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റസോ, അല്ലെങ്കിൽ നിങ്ങളെ ചിലപ്പോൾ കാണുന്നുണ്ടാവാം എവിടെയെങ്കിലും വെച്ച്. അപ്പോഴൊക്കെ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് അട്രാക്ഷൻ തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾ കുറച്ച് നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് നന്നായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ, എന്തൊക്കെ സങ്കടങ്ങളുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ വെൽ ഡ്രസ്ഡ് ആയിട്ടും ഒരു പുഞ്ചിരിയോടെയൊക്കെ നടക്കുന്ന വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ അതൊക്കെ കണ്ടിട്ട് അവർക്ക് വീണ്ടും നിങ്ങളോട് അട്രാക്ഷൻ തോന്നുന്നുണ്ട് ഒരുപാട്. അതുമാത്രമല്ല എംപ്രസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു അബണ്ടൻ്റ് ആണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഇപ്പോഴും നിങ്ങളുടെ കരിയറിൽ എന്നൊക്കെ നിങ്ങൾ മണി ഏൺ ചെയ്യുന്നുണ്ടാവാം, നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുന്നുണ്ടാവാം. അതുമല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയായിട്ടാണ് അവർക്ക് ഫീൽ ആകുന്നത്. നിങ്ങളെ കാണുമ്പോഴേ ഒരു ഭാഗ്യദേവതയെ പോലെയാണ് അവർക്ക് തോന്നുന്നത്. അവരൊന്നും പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല. കാരണം നിങ്ങളെ വിട്ടുപോയ വ്യക്തിയാണ്. അവർക്ക് അവരുടെ നഷ്ടങ്ങളൊന്നും അവർ പുറത്ത് കാണിക്കാൻ ആഗ്രഹിക്കില്ല. എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ ഭയങ്കര സെറ്റപ്പാണെന്ന് കാണിക്കാനായിരിക്കും ആ വ്യക്തി എപ്പോഴും ശ്രമിക്കുന്നത്. ബട്ട് 8 ഓഫ് വാണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ട്. അവരത്രയും ഇങ്ങനെ ഈ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളടുത്ത് നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചാലോ നിങ്ങളടുത്ത് വന്നാലോ എന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളുടെ അടുത്ത് വീണ്ടും വന്ന് നിങ്ങളോട് ആ പഴയതുപോലെ ഒന്ന് സെലിബ്രേറ്റ്, സന്തോഷമായിട്ട് നിങ്ങളോടൊപ്പം കഴിഞ്ഞുകൂടിയപ്പോൾ എത്ര സന്തോഷമായിരുന്നു എന്നൊക്കെ അവരിപ്പോൾ തിരിച്ചറിയുന്നു എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഓഫറൊക്കെ തന്ന് പഴയതുപോലെ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വന്നാലോ അവരെ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ ബോട്ടത്തിൽ വന്നിരിക്കുന്ന 8 ഓഫ് കപ്സ് ആണ്. അവരെന്ത് വിചാരിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാം പിന്നിൽ ഉപേക്ഷിച്ച് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു എന്നാണ് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത്. നിങ്ങളൊരു വാക്കവേ നടത്തി കഴിഞ്ഞു, നിങ്ങൾക്കിപ്പോൾ ഈ ബന്ധത്തിലോ ഈ സ്നേഹത്തിനോ എല്ലാം നിങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞ് നിങ്ങൾ പോയി കഴിഞ്ഞു എന്നാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആഗ്രഹമാണ് മെസ്സേജ് അയക്കണം, വരണമെന്നൊക്കെ. ബട്ട് നിങ്ങളതിലെല്ലാം പോയി എന്ന് ചിന്തിക്കുന്നു. അത് ആ വ്യക്തിക്ക് വരണമെന്ന് ആഗ്രഹിച്ചാലും അവരുടെ ഈഗോ സമ്മതിക്കില്ല. അവരാണ് ശരിയെന്ന് പറഞ്ഞു പോയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ തിരിച്ചു വന്നാൽ അവർ തോറ്റുപോയോ എന്ന് നിങ്ങൾ ചിന്തിക്കൂ എന്നുള്ള ചിന്തയും അവർക്കുണ്ട്. പിന്നെ ഇവിടെ ഇൻഡ്യൂഷൻ വന്നിട്ടുണ്ട്, സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ഉള്ള ഒരു എനർജി ആയിട്ടാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങളുടെ മൈൻഡ് സെറ്റും നിങ്ങളുടെ ഫീലിങ്സും വേദനയും എന്തൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ആൾറെഡി പറഞ്ഞു, നിങ്ങൾ ഹാപ്പി ആയിട്ട് നടക്കുന്നതെന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ കുറച്ച് സ്പിരിച്വലിയൊക്കെ നിങ്ങൾ ഉയർന്നു കഴിഞ്ഞു, നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുമാത്രമല്ല നിങ്ങൾ വളരെ സ്ട്രോങ് ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾ മുമ്പോട്ട് പോകുന്നു എന്നാണ് നിങ്ങളെക്കുറിച്ച് അവരിപ്പോൾ ചിന്തിക്കുന്നത്. ബട്ട് അതിലെല്ലാം അവർക്ക് പശ്ചാത്താപം ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.